വാർത്തകൾ തുടരുന്നു. ഭൂപരിധി വ്യവസ്ഥ ഉദാരമാക്കി ഭൂപരിഷ്കരണ നിയമം ഭേദഗതി ചെയ്യാൻ സർക്കാർ നീക്കം തുടങ്ങി. മുൻകൂർ അനുമതി വാങ്ങി സ്വകാര്യ വ്യക്തികൾക്ക് യഥേഷ്ടം ഭൂമി വാങ്ങാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിന്റെ കരട് വിവിധ വകുപ്പുകൾക്ക് അയച്ചുകൊടുത്തു. ഇതോടെ 15 ഏക്കർ എന്ന ഭൂപരിധി സ്വകാര്യ വ്യക്തികൾക്ക് നിഷ്പ്രയാസം മറികടക്കാം. ലാൻഡ് ബോർഡിന്റെ എതിർപ്പ് മറികടന്ന വ്യവസായ വകുപ്പാണ് നിയമ ഭേദഗതിക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റും തൊഴിലവസരങ്ങളും രണ്ടും കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒന്നാണ്. അതിപ്പം പരിഗണനയിലിരിക്കുന്നത് 5 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിന് ഒരേക്കർ. നിക്ഷേപവും തൊഴിലവസരങ്ങളും കണക്കിലെടുത്ത ഭൂപരിഷ്കരണ നിയമത്തിലെ ഭൂപരിധിയിൽ ഇളവനുവദിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രവാസി സംഗമത്തിൽ വ്യക്തമാക്കിയത്. എന്നാൽ ഭൂപരിഷ്കരണ നിയമത്തിൽ ഭേദഗതി വരുത്തി സർക്കാർ തയ്യാറാക്കിയ കരട് ബില്ലിലെ വ്യവസ്ഥകൾ നിലവിലുള്ള നിയമത്തിന്റെ അന്തസത്ത തന്നെ ചോർത്തുന്നതാണ്. പൊതു താൽപര്യവും സർക്കാർ പങ്കാളിത്തവുമുള്ള പദ്ധതികൾക്ക് കർശന വ്യവസ്ഥകളോടെ ഭൂപരിധിയിൽ ഇളവനുവദിക്കുന്നതാണ് നിയമത്തിലെ 81(3) വകുപ്പ്. എന്നാൽ കരട് ബില്ലിൽ 81(3)(a) എന്ന പുതിയ വകുപ്പ് കൂടി ചേർത്തിരിക്കുകയാണ്. ഇതനുസരിച്ച് സ്വകാര്യ വ്യക്തികൾക്ക് ഭൂപരിധിയിൽ ഇളവ് ലഭിക്കുന്നതിന് മുൻകൂർ അപേക്ഷ നൽകിയാൽ മതി. അപേക്ഷ പരിഗണിച്ച് സർക്കാർ സ്വകാര്യ വ്യക്തികൾക്ക് പെർമിറ്റ് അനുവദിക്കും. ഇതുപയോഗിച്ച് ഭൂമി വാങ്ങിക്കൂട്ടാം. ഇവരെ ഭൂപരിധി നിയമത്തിന്റെ ഭാഗമായ മിച്ചഭൂമി കേസിൽ പെടുത്തില്ല. വ്യവസായം, ടൂറിസം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ വിവിധ മേഖലകളിലെ പദ്ധതികൾക്കും മുൻകൂർ പെർമിറ്റ് ലഭ്യമാകും. സംസ്ഥാന ലാൻഡ് ബോർഡിന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചും ഭേദഗതിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. വ്യവസായ വകുപ്പാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. വിദേശികൾക്ക് കേരളത്തിൽ നിക്ഷേപിക്കാൻ അവസരമൊരുക്കാൻ ഭൂപരിഷ്കരണ നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് വ്യവസായ വകുപ്പ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ 27-ന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ ബില്ലിന്റെ കരടിന് അന്തിമ രൂപം നൽകി. വിവിധ വകുപ്പുകളുടെ പരിഗണനയ്ക്കായി കരട് രൂപം അയച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത് നിയമമായാൽ ഭൂപരിഷ്കരണ നിയമം ഫലത്തിൽ അപ്രസക്തമാകും. എസ് വിജയകുമാർ, റിപ്പോർട്ടർ, കൊച്ചി.